എടോ ഒന്നുമില്ലേ, തനിക്കും കേരളത്തിൽ നിൽക്കാൻ വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടോ? ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിയമ ഭേദഗതി കാരണം എന്തുമാത്രം സാധാരണ ജനങ്ങൾ വലയുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ പുതിയ ഒരു ഭേദഗതിയെ കുറിച്ച് തന്നെ പറയാം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ, അതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ പേരുള്ള ഒരു വാഹനം മറ്റൊരാൾക്ക് നമ്മൾ കൊടുത്താൽ, അതിപ്പോ എന്തെങ്കിലും ഒരു എമർജൻസി കേസിനോ എന്തിനാണെങ്കിലും നമ്മൾ ഒരാൾക്ക് വണ്ടി ഒന്ന് കൊടുത്താൽ അത് നമ്മൾ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ചെയ്തതാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കണക്കാക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം എന്റെ ഉടമസ്ഥതയിലുള്ള എന്റെ സ്വന്തം വാഹനം, അത് എന്റെ ഭർത്താവിനോ എന്റെ മക്കൾക്കോ എന്റെ സഹോദരങ്ങൾക്കോ എന്റെ സുഹൃത്തുക്കൾക്കോ എന്തിന് അത്യാവശ്യ ഘട്ടത്തിൽ വരുന്ന ഒരു ആശുപത്രി കാരണങ്ങൾ കൊണ്ട് നമ്മളെ സമീപിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും നമുക്കൊരു സഹായം ചെയ്യാൻ സാധിക്കാത്ത തരത്തിലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു നിയമ ഭേദഗതി. ഇത് സാധാരണക്കാരെ വലയ്ക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. എന്നാൽ ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഓരോ ആളുകളുടെ ഉള്ളിലും ഉയർന്നു വന്ന ചോദ്യം എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. ഇങ്ങനെയാണെങ്കിൽ ഈ പോലീസ് വകുപ്പ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെല്ലാം അവരുടെ സ്വന്തം പേരിലുള്ളതാണോ? അതല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾ യൂസ് ചെയ്യുന്ന വാഹനങ്ങളെല്ലാം അവരുടെ പേരിലുള്ള വാഹനങ്ങളാണോ എന്ന തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ ഉള്ളിലുമുണ്ട്. അവിടെ നമുക്ക് ഉള്ള ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇവരെല്ലാം നമ്മളെ സേവിക്കാനും സഹായിക്കാനും സംരക്ഷിക്കാനും ഉള്ളവരല്ലേ എന്നുള്ളതാ. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്തിനാണ് ഇതുപോലെയുള്ള നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള നിയമ ഭേദഗതി വരുത്തിയിട്ട് സാധാരണ ജനങ്ങളെ ഇങ്ങനെ വലിക്കുന്നത്?